ഈ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏകോപനമില്ലാതെ പ്രവർത്തിക്കും. ഇപ്പം തന്നെ താങ്കൾക്ക് ഈ റോഡപകടങ്ങളെ കുറയ്ക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ പലപ്പോഴും എന്നോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് PWD, അതുപോലെ ആഭ്യന്തര വകുപ്പ്, പോലീസ് സംവിധാനം, KSRTC, നമ്മുടെ ഗതാഗത വകുപ്പ്, ഇത് അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ, അത്തരമൊരു ഏകോപനം വിജയകരമായി ശ്രമിച്ചാൽ മാത്രമേ നമ്മളീ പറയുന്ന അപകടരഹിത റോഡുകൾ നമുക്കുണ്ടാക്കാൻ കഴിയൂ. അതിനെക്കുറിച്ച് താങ്കൾ നടത്താൻ പോകുന്ന നീക്കം എന്തായിരിക്കും? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ടല്ലോ. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഇന്നൊരു ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. അതിൽ മൊബൈൽ ഫോൺ സംസാരിച്ച് യാത്ര ചെയ്യുക, മദ്യപിച്ച് യാത്ര ചെയ്യുക. മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും. ഇന്നലെ ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ചർച്ച നടത്തി. പ്രൈവറ്റ് ബസ് ഉടമകളുമായി ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. എല്ലാ അവരുടെ 4 സംഘടനകളെയും വിളിച്ചു വരുത്തി അവരുമായി ദീർഘമായ ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞൊരു ആശയം ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് മുതൽ ഒരു ആക്സിഡൻറ്റിന് പ്രൈവറ്റ് ബസ് കാരണക്കാരനായ, നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു ആക്സിഡൻറ്റ്, നമ്മളെല്ലാം വളരെ ദുഃഖകരമായൊരു കാഴ്ചയായിരുന്നു. ഒരു സഹോദരനെ 2 വണ്ടികൾക്കിടയിൽ ഞെരിഞ്ഞ് മരിക്കുക എന്ന് പറയുന്ന ആ വളരെ ഭീകരമായ ഭയാനകമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരം സംഭവങ്ങളിൽ അതൊരു കൊലപാതകം തന്നെയാണ്. കാരണം വെച്ചാൽ നിയമലംഘനം നടത്തിക്കൊണ്ട് ഒരാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. KSRTC ബസ്സിൻ്റെ മുമ്പിൽ കയറി പണം കൂടുതൽ സമ്പാദിക്കാനുള്ള ഡ്രൈവർക്ക് മുതലാളി നടത്തിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അപകടം. അങ്ങനെ KSRTC ബസ്സിൻ്റെ മുമ്പിൽ കയറി പോകേണ്ട കാര്യമില്ല, പ്രൈവറ്റ് ബസ് തമ്മിൽ മത്സരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് വെച്ചാൽ, ഞാൻ അവരെ അറിയിച്ചു, അവരത് സമ്മതിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതായത് ഒരു വണ്ടി ഇടിച്ച് മാരകമായി പരിക്കേൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ലഭ്യമാവുകയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇടിക്കുക, അങ്ങനെയുള്ള റോഡ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നവരെ ഇടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ RTO വിലയിരുത്തും. അപകടത്തിൻ്റെ കാരണക്കാരൻ ഡ്രൈവറാണ് എന്ന് കണ്ടാൽ ബസ്സിൻ്റെ പെർമിറ്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ആ അപകടത്തിലൂടെ ഒരു മരണമോ അതിലധികം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് പെർമിറ്റും റദ്ദാക്കും. അത് തീരുമാനിച്ചാൽ അതിന് മാറ്റമില്ല. അവർക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. കാരണം ബഹുമാനപ്പെട്ട കോടതി അതിനെതിരെ പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതൊന്ന് അവസാനിപ്പിക്കണം. കാരണം എല്ലാവരും മോശക്കാരായ ബസ് ഉടമകളല്ല. ബസ് ഉടമകളിൽ ചില ആളുകൾ ഗുണ്ടകളെയാണ് ഇത് ഓടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ പോലീസ് റെക്കോർഡ് പരിശോധിച്ചാൽ ഗുണ്ടകളും ചട്ടമ്പികളുമായ ആളുകളെ ഇത് ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇനി എല്ലാ ഉടമകളോടും പറഞ്ഞിരിക്കുന്നു, പോലീസ് വെരിഫിക്കേഷൻ, എൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ, ക്ലീനർ, അവരെ പോലീസ് വെരിഫിക്കേഷൻ വാങ്ങി മാത്രമേ ഇനി ജോലിക്ക് വയ്ക്കാൻ സമ്മതിക്കൂ. ആ സർട്ടിഫിക്കറ്റ് വാങ്ങി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് നൽകണം. അത് അത്തരം കാര്യങ്ങളിൽ, കാരണം യാത്രക്കാർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, പെൺമക്കളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ വളരെ മോശമായ പെരുമാറ്റം പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്ടർമാരിൽ നിന്ന് ഡ്രൈവർമാരിലൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു, ഉടമകളത് സമ്മതിച്ചിട്ടുണ്ട്. ഇനി പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർക്ക് ഓരോ ബാച്ചായിട്ട് IDTRൽ ഡ്രൈവിങ്ങിനെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചും ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ RTO ഓഫീസിലും ജോയിൻറ്റ് RTO ഓഫീസിലും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും വേണ്ടി ഒരു ജനറലായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിക്കും. അതുകൂടാതെ ഇവരെ ഡ്രൈവറായി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ ബാച്ചായിട്ട് ഒരു 10-20 പേര് വീതം IDTRൽ, ഇടപ്പാൾ IDTRൽ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററിൽ അയച്ച് ഡ്രൈവിങ്ങിൻ്റെ ഒരു പരിശീലനം, ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കണം, എങ്ങനെ ട്രാഫിക് അച്ചടക്കങ്ങൾ എങ്ങനെ പാലിക്കണം എന്ന് അവരെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മുടെ ബേസിക് ലൈസൻസിൽ, ചേട്ടൻ മനസ്സിലാക്കണം, ആ ബേസിക് ലൈസൻസിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ബേസിക് ലൈസൻസിൽ ഇത്തരം യാതൊരു ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റിയും പഠിപ്പിക്കാത്ത ഏക രാജ്യം ഒരുപക്ഷെ ഇന്ത്യയായിരിക്കും, കേരളമായിരിക്കും. അത് മാറ്റി തന്നെ എടുക്കും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല.